തളർന്നുപോയി, ക്ഷീണിച്ചുപോയി, തീർന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് എല്ലാം ദൈവം ഉയർത്തി മാനിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അത് എന്താ കാരണം? നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ പുതുക്കുന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന ദൈവം ഇതിലാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാൻ പറ്റില്ലേ? യെരമ്യാ പ്രവചനം പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശക്തിയെ പുതുക്കുന്നുണ്ടല്ലേ? യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുന്നുണ്ടല്ലേ? എനിക്ക് നിങ്ങൾക്കും ആ ഭാഗ്യപദവി പ്രവേശിക്കും, ഭാഗ്യവാൻ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. യെരമ്യാ പ്രവചനം 17-ാം അധ്യായം ഓടിച്ചു വായിച്ച്. യെരമ്യാ 17-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നോക്കിയേ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുമെന്നുണ്ടെങ്കിൽ, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുമെന്നുണ്ടെങ്കിൽ വചനം പറയുന്നു, നീ അങ്ങനെ യഹോവയിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ നിന്റെ ദൈവമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. അവൻ എങ്ങനെയിരിക്കുന്ന വചനം പറഞ്ഞ, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. ആറ്റിരികെ വേരൂന്നിരിക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിന് വാട്ടം തട്ടില്ല, അതിന് ക്ഷീണം തരികയില്ല. ഈ ലോകത്തുള്ള എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വന്നാലും, ഉഷ്ണം കടന്നു വന്നാലും, ചൂട് തട്ടിയാലും അത് ഭയപ്പെടില്ല. കാരണം അത് ആറ്റിനരികെയാണ് അതിന് വേരൂന്നിയിരിക്കുന്നത്. എന്നതുപോലെ തന്നെ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുമെന്നുള്ള വചനത്തിലൂടെ ബന്ധത്തിൽ ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. എന്തിനാ അവൻ ഭയപ്പെടുന്നത്? നമ്മെ സൃഷ്ടിച്ചവനെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ കാറ്റിനെ, കടലിനെ, ഈ ഭൂമിയിലുള്ള സകലത്തെ സൃഷ്ടിച്ചവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവം ഒരിക്കലും ലജ്ജിക്കേണ്ടതായി കടന്നു വരികയില്ല. അവർ വെള്ളത്തിനരികെ വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ അത് വാടില്ല. ഉഷ്ണം തട്ടിയാലും അതിന്റെ ഇല പച്ചയായിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ചയുടെ കാലമെല്ലാം കടന്നു വരും. ആമേൻ. ഭാരങ്ങൾ കടന്നു വരും. ആമേൻ. ഇന്ന് കേട്ട സാക്ഷ്യമെല്ലാം വരൾച്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോയതല്ലേ? പക്ഷെ വാട്ടം തട്ടിയോ? പച്ചയായിട്ട് തന്നെ ഇരിക്കുകയല്ലേ, ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയല്ലേ? പിശാച് വിചാരിച്ചു ദൈവമേ തീർന്നു, ഇന്നൊരു ആരാധന മുടക്കി എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് എവിടെ അതിനെ അനുവദിച്ചോ? നമ്മള് ദൈവത്തിന് അങ്ങനെ വിട്ടുകൊടുത്തോ? ദൈവത്തിന് കൂടെ കണ്ട മാത്രം ദൈവത്തിന് തന്നെ കൊടുക്കും. നോക്കിയേ, ആ ഒരു സാക്ഷ്യമല്ലേ നമ്മളിന്ന് കേട്ടത്. വരൾച്ചുള്ള കാലത്തും വാട്ടം തട്ടാത്ത ഫലം കായ്ച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മളോടൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞതാണ്, തീരുമാനിച്ച് കടന്നു. ദൈവമേ എല്ലാവരോടും പ്രാർത്ഥിക്കും. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പ്രാർത്ഥിച്ചത്, എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. ഒരാൾ പറഞ്ഞ കേട്ടുകൊണ്ട് മാത്രം സ്വന്തം വന്നിരിക്കുകയല്ല ചെയ്തത്, നമ്മൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് കേട്ടോ. പ്രാർത്ഥന കേട്ടതിന് മറുപടി തന്നെ. പക്ഷെ നമ്മള് മനുഷ്യരിൽ നിന്ന് അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതിന് പ്രതിഫലം തരുന്ന ഒരു ദൈവം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉള്ളു തുറന്ന് ആര് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. മനുഷ്യനാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞേക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുക. പ്രാർത്ഥിക്കാൻ നമ്മളെ ഏറ്റവും പ്രാർത്ഥിച്ചിരിക്കുക. നമ്മുടെ ഉള്ളറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ വസിക്കുക. അല്ലേ? ഉള്ളറിയുന്നത് നമ്മളെന്താണെന്നുള്ളത് നമ്മൾ നല്ലപോലെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒന്നും കേട്ട് വാടിപ്പോകരുത്. അയ്യോ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോകരുത്. ക്ഷീണിച്ചു പോയിട്ട് പിന്നെ എണീറ്റ് വരച്ച് പാടായിരിക്കും. അതുകൊണ്ട് ക്ഷീണിക്കരുത്. വചനം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. ആറ്റിനിരിക്കെ വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. ഉഷ്ണം തട്ടുന്ന ചില കാര്യങ്ങളൊക്കെ കടന്നു വരും. അതൊന്നും അല്ലാന്നുള്ളതിൽ ഉഷ്ണത്തിന്റെ ഈ ഇത്ര തണുപ്പൊന്നും പോരാതെ വരും. കാരണം അടിച്ച് നമ്മൾ വാട്ടി മറച്ചിരുന്ന പോലെ കടന്നു വരും. അപ്പോഴും പേടിക്കണ്ട. ഉഷ്ണം തട്ടിക്കോട്ടെ, അത് അടുത്ത തട്ടിയൊക്കെ പൊക്കോട്ടെ. പക്ഷേ നാം ഒരിക്കലും പതറിപ്പോകരുത്. ഉഷ്ണം തട്ടുമ്പോഴും അത് പേടിക്കില്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞേക്കും നമുക്ക് തീർന്നു. ഒന്ന് തുറച്ചു നോക്കിയാൽ നേരെ പോരാട്ടം, പിന്നെ പോരാട്ടത്തിന്റെ പ്രാർത്ഥന ഉണ്ട്. പേടിക്കണ്ടാന്ന്. അതൊക്കെ അവിടെ വശത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും. ഇതൊന്നും നമ്മൾ ഭയപ്പെടുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലും ആശ്രയിച്ചിരിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്.
അങ്ങനെ ഒരു ഭാഗ്യപദവിക്ക് ദൈവമക്കൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഓരോരുത്തന്മാരെ പറയുന്ന പോലെ അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച് എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഒരു പുതിയ വിശ്വാസി ഹല്ലേലൂയ എന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആമേൻ. എന്നിട്ടോ ആമേൻ ആ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നാം നിറവിൽ ഹല്ലേലൂയ കടന്നു എന്ന് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ എത്തിച്ചേരുന്നുള്ള ഒരു ഭാഗ്യം പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആമേൻ. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഇപ്പോഴേ ചിന്തിക്കുക. എന്നിട്ട് നാം ഭൂമിയിൽ ജീവിക്കുക, ഓരോ ചുവട് വെച്ച് മുന്നോട്ട് പോകുമ്പോഴും. അങ്ങനെ കടന്നു പോകുന്ന ദൈവമക്കൾ ഒരിക്കലും ലഭിക്കേണ്ടവരില്ല. കാരണം നമ്മുടെ ആശ്രയവും നാം ശക്തി പുതുക്കുന്നതും എല്ലാം യഹോവയിലാണ്, കർത്താവിലാണ് നാം ആശ്രയിക്കുന്നത്, ദൈവത്തിലാണ് നാം ശക്തി പുതുക്കുന്നത്. ഹല്ലേലൂയ. ആ ശക്തി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ കാണുന്ന സകലത്തിനെയും ജയമെടുക്കുവാൻ, ഈ കാണുന്ന നമ്മുടെ ചിന്തയിലൂടെ കടന്നു വരുന്നത്, നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത്, അതുപോലെ സംസാരത്തിലൂടെ കടന്നു വരാൻ പോകുന്നത്, നമ്മുടെ കൊടുക്കൽ വാങ്ങലിൽ കടന്നു പോകുന്ന സകലത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടും. ഈ പ്രവൃത്തി അങ്ങ് വെളിപ്പെട്ട് കഴിയുമ്പോൾ നാം ശക്തിയെ പുതുക്കും. കർത്താവെ ജയം, പിശാച് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട കാര്യങ്ങൾ കടന്നു നോക്കും, അവിടെ എല്ലാം ജയമെടുക്കാൻ നമ്മെ സഹായിച്ചത്, അതിനോട് ദൈവത്തോട് നന്ദി പറയും. ഹല്ലേലൂയ. നമുക്ക് നന്ദിയോട് സ്തുതിക്കാം, നന്ദിയോട് സ്തോത്രം ചെയ്യാം. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഓരോരുത്തന്മാരെ പോലെ തന്നെ നമുക്കും അഭിമാനത്തോടെ പറയാം. ഹല്ലേലൂയ. ആ ശക്തിയെ പുതുക്കാം. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുമായ പോലെ ചിറകടിച്ച് പറന്നു വരും എന്ന് പറയുന്ന പോലെ തന്നെ ഹല്ലേലൂയ നമുക്ക് ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കാം. ഓരോ നിമിഷം നമുക്ക് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് വേദനിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയാണോ ഞാൻ ജീവിക്കുന്നത്, എന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അതുമേ നമുക്ക് നല്ലൊരു ജയമെടുക്കാം. വലിയ ദൈവം നമ്മെ സഹായിക്കും. ഓരോരുത്തന്മാരെ പറയുന്നവരെ അവരെല്ലാവരും മേൽമേൽ ബലം പ്രാപിച്ച് എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നത് പറയുന്ന പോലെ തന്നെ നാമും ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെത്തും. ആമേൻ. ഈ ഭൂമിയിലെ വേദനയോ ഈ ഭൂമിയിലെ ഭാരമോ ഒന്നും ഓർത്ത് ഭാരപ്പെടരുത്. ഹല്ലേലൂയ. നാം വേരൂന്നിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്ന ഒരു ദൈവം ഇതിൽ ഒരിക്കലും രക്ഷിച്ചു പോകേണ്ട കടന്നു വരില്ല. കാരണം എന്തെല്ലാം ഈ ലോകത്തിന്റെ ഹല്ലേലൂയ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്ന ദൈവത്തിൽ ഭയപ്പെടേണ്ടില്ല. ഹല്ലേലൂയ. അവൻ വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഉഷ്ണം തട്ടുമ്പോഴും പേടിക്കൂല. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിലാണ് വേരൂന്നിരിക്കുന്നത്. വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ ജോസയുടെ ശബ്ദം കൊടുത്ത് പ്രാർത്ഥിച്ചു. അതെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം.